നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. രക്ഷിതാക്കൾ പ്ലാറ്റ്ഫോമിൽപ്പെട്ടു. ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടാനൊരുങ്ങിയ 6 വയസ്സുകാരന് രക്ഷകനായി TTE. പെൻഷൻ വാങ്ങാൻ അമ്മായിയമ്മയെ തോളിലേറ്റി നടന്ന മരുമകൾ. ഡിജിറ്റൽ ഇന്ത്യക്കെതിരെ വ്യാപക വിമർശനം. കണ്ണൂർ ജില്ലയിൽ മുൻവർഷം ലഭിച്ചത് 4063 മില്ലിമീറ്റർ മഴ. മെയ് മാസത്തെ ശരാശരി മഴയിൽ കുറവ്. ഖജനാവ് കാലിയെന്ന് UDF വ്യാജ പ്രചരണം. ബാക്കിയുണ്ടായിരുന്നത് 5429 കോടി രൂപ. വിവരാവകാശ രേഖ പുറത്ത്. കേൾക്കരുടെ നിയമനം അഭിപ്രായം പറയാനില്ല, ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കുമെന്ന് KC വേണുഗോപാൽ. ബക്രീദിന് കേരളത്തിൽ 2 ദിവസം പൊതു അവധി. പത്തനംതിട്ടയിൽ ലോറി വീടിന് മുകളിൽ മറഞ്ഞു. ഉറങ്ങിക്കിടന്ന വയോധികയ്ക്ക് ദാരുണ അന്ത്യം. മന്ത്രിയുടെ മകന്റെ വിവാഹത്തിന് ഗുരുവായൂരിൽ മുഖ്യമന്ത്രിയുടെ ദർശനം. പരാതിയുമായി B ഗോപാലകൃഷ്ണൻ. ഞങ്ങൾ തിരിച്ചുവരില്ലെന്ന് കരുതിയോ? 3 വർഷത്തെ രാഷ്ട്രീയപ്പക. പോലീസുകാരന്റെ ബുള്ളറ്റ് ചുട്ടരിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഖജനാവ് കാലിയാണെന്ന UDF പ്രചാരണം പൊളിയുന്നു. സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഖജനാവിൽ 5429 കോടി രൂപ ബാക്കിയുണ്ടായിരുന്നതായി ധനവകുപ്പിന്റെ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഈ മാസം 1 വരെയുള്ള കണക്കാണിത്. സംസ്ഥാനം പാപ്പരായതും ഖജനാവ് കാലിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു. സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശനും വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഔദ്യോഗിക രേഖകൾ തന്നെ UDFന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നത്. LDF സർക്കാർ 6000 കോടി രൂപയോളം ബാക്കിവെച്ചാണ് ഇറങ്ങിയതെന്ന മുൻ ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന തരത്തിൽ UDF നടത്തിയ പരിഹാസം അടിസ്ഥാനരഹിതമാണെന്നും ഖജനാവിൽ പണമുള്ളത് കൊണ്ടാണ് ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. PMA സലാം ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ നടത്തിയ ആരോപണങ്ങൾ വസ്തുതക്ക് നിരക്കാത്തതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ധനവകുപ്പിന്റെ ഈ വിവരാവകാശ മറുപടി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രത്തൻ കേൽക്കറുടെ നിയമനം അഭിപ്രായം പറയാനില്ല, ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കുമെന്ന് KC വേണുഗോപാൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാക്കിയതിൽ പ്രതികരിക്കാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഭരണത്തിലിരിക്കുന്നവരാണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നതെന്നും താൻ അഭിപ്രായം പറയാനില്ലെന്നായിരുന്നു വേണുഗോപാലിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പിൽ BJPയുടെ സീൽ പതിച്ചതിനെ ന്യായീകരിക്കും. ലക്ഷങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കിയ SIRന് നേതൃത്വം നൽകുകയും ചെയ്ത രത്തൻ കേൽക്കറെ ധൃതി പിടിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയത് സംശയ നിലയ്ക്കാണ് വേണുഗോപാലിന്റെ പ്രതികരണം. പശ്ചിമബംഗാളിലെ CEOയെ BJP സർക്കാർ ചീഫ് സെക്രട്ടറി നിയമിച്ചതിനെ കോൺഗ്രസ് ഉൾപ്പെടെ കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോഴാണ് കേരളത്തിലെ നിയമനം മോഷണം വലുതാണെങ്കിൽ പ്രതിഫലവും വലുതാണ് എന്നായിരുന്നു ബംഗാളിലെ നിയമനത്തെക്കുറിച്ച് ബംഗാളിൽ CEOയെ ചീഫ് സെക്രട്ടറി ആക്കിയതിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. കോൺഗ്രസിനത് ഇരട്ടത്താപ്പ് നിലപാടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. 10,000-കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നൽകാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവാണ് കേൽക്കർ. അദ്ദേഹത്തിനെതിരെ ശക്തമായ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ഈ നിയമനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ബക്രീദിന് കേരളത്തിൽ 2 ദിവസം പൊതു അവധി. ബക്രീദോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. 27-ന് പുറമെ 28-നും അവധിയായിരിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. ഇതോടെയാണ് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ വർഷം ലഭിച്ചത് 4063 മില്ലിമീറ്റർ മഴ. മെയ് മാസത്തെ ശരാശരി മഴയിൽ കുറവ്. 2025 മെയ് മുതൽ 2026 ഏപ്രിൽ മാസം വരെ കണ്ണൂർ ജില്ലയിൽ ലഭിച്ചത് 4063 മില്ലിമീറ്റർ മഴ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രാദേശിക മഴ അളവ് കേന്ദ്രത്തിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മെയ് മാസത്തേക്കാൾ ഈ മാസം മഴ കുറയാൻ സാധ്യതയെന്ന് പഠനം. 2025 മെയ് മാസം 662.49 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. ഈ മാസം അവസാനിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറയും. നിലവിൽ ഈ മാസം കൂടുതൽ മഴ ലഭിച്ചത് ഒഴക്കുളം ഭാഗത്താണ്. 781 മില്ലിമീറ്റർ. കുറവ് മുഴക്കുന്ന് ഭാഗത്തും 406 മില്ലിമീറ്റർ. ഈ വർഷം ഇതുവരെ ലഭിച്ച മഴയുടെ ശരാശരി പ്രകാരം മലയോര പ്രദേശത്തേക്കാൾ മഴ കൂടുതൽ ലഭിക്കുന്നത് തീരദേശ പ്രദേശത്താണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മാസമാണ് ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചത്. 1126.39 മില്ലിമീറ്റർ. 2025 മെയ്യിൽ 663.4, ജൂൺ മാസം 1008.4, ജൂലൈ 1126.39, ആഗസ്റ്റ് 565.03, സെപ്റ്റംബർ 299.3, ഒക്ടോബർ 242.8, നവംബർ 26.18, ഡിസംബർ 29.42,
2026 ജനുവരി 24.58, ഫെബ്രുവരി 13.67, മാർച്ച് 29.18, ഏപ്രിൽ 34.8 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴ ലഭിച്ചത്. ജൂലൈ മാസം 24 മണിക്കൂറിൽ കണിച്ചാർ 215 മില്ലിമീറ്റർ, കൊട്ടിയൂർ 218 മില്ലിമീറ്റർ, ധർമ്മടം 204, മരക്കാർക്കണ്ടി 203 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് കൂടുതൽ മഴ ലഭിച്ചത്. 200 മില്ലിമീറ്ററിൽ കൂടിയാൽ അതിതീവ്ര മഴയാണ്. ഇത് വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും ഒക്കെ കാരണമായേക്കാം. 2024 മുതൽ വയനാട് ഹ്യൂം സെന്ററുമായി സഹകരിച്ചാണ് പരിഷത്ത് പ്രാദേശിക ജനകീയ കാലാവസ്ഥ നിരീക്ഷണം തുടങ്ങിയത്. പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 85 കേന്ദ്രങ്ങളിൽ നിന്ന് മഴമാവിനി ഉപയോഗിച്ച് മഴ അളക്കുന്നുണ്ട്. മറ്റു ചില ഏജൻസികളെല്ലാം കൂടി 115 കേന്ദ്രങ്ങളിലാണ് മഴമാവിനി സ്ഥാപിച്ചിട്ടുള്ളത്. പരിഷത്ത് ഭവനിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ വിദ്യാർത്ഥിയും മഴ നിരീക്ഷകരുമായ മുഹമ്മദ് റസീന് കൈമാറി റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഹ്യൂം സെന്റർ ഗവേഷക കുമാരി രഞ്ജിനി AR കാലാവസ്ഥ റിപ്പോർട്ട് അവതരണം നടത്തി. മുഹമ്മദ് റസീൻ മാട്ടോൽ, ജോസ് ചെറുപുഴ, മനോഹരൻ NV മുഴക്കുന്ന്, P രമേശൻ അഴീക്കോട്, MV മോഹൻകുമാർ പയ്യന്നൂർ, സാമുവൽ പ്രേംകുമാർ, P സുനിൽദത്തൻ തുടങ്ങിയവർ മഴ അനുഭവങ്ങൾ പങ്കുവച്ചു. ശില്പശാല കണ്ണൂർ SM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണ ക്ലാസുകൾക്കുള്ള പരിശീലനത്തിൽ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലെ ഫോറസ്റ്റ് വിഭാഗം തലവൻ അസർ അലി വിഷയാവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ അധ്യക്ഷത വഹിച്ചു. പരിസര വിഷയ സമിതി ചെയർമാൻ ഡോക്ടർ K ഗീതാനന്ദൻ സ്വാഗതവും കൺവീനർ സതീശൻ കസ്തൂരി നന്ദിയും പറഞ്ഞു. പ്രാദേശിക ചരിത്ര പഠനം, നൃത്ത വിദ്യാലയങ്ങളുടെ ചരിത്രം തയ്യാറാക്കുന്നു. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചേർന്ന് നടത്തുന്ന പ്രാദേശിക ചരിത്ര പഠനത്തിന്റെ ഭാഗമായി മ്യൂസിക് ഡാൻസ് സ്കൂളുകളുടെ ചരിത്രം തയ്യാറാക്കുന്നു. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ സ്കൂളുകൾ മുഖേന ശേഖരിക്കുകയാണ്. വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ കണ്ണൂരിൽ നടക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഈ മേഖലയിൽ പഠനം നടത്തുന്നത്. നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ മെയ് 30 മഹാത്മാ നടക്കും. ജൂൺ മാസവും മത്സരം തുടരും. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിലും ഗ്രൂപ്പിനത്തിൽ സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, നാടോടി നൃത്തം, കൈകൊട്ടിക്കളി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിലുമാണ് മത്സരം ഉണ്ടാകുക. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 944 73 72 316, 944 694 76 93 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പ് റോഡിലുള്ള ഓഫീസിലും സ്വീകരിക്കും. മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരവും നൽകുന്നുണ്ട്. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റുമാണ് പുരസ്കാരം. ജില്ലാ പ്രാദേശിക ചരിത്ര രചനയുടെ ഭാഗമായി വിവരങ്ങൾ കൈമാറാത്ത സ്ഥാപനങ്ങൾ ലൈബ്രറിയിൽ എത്തിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പെൻഷൻ വാങ്ങാൻ അമ്മായിയമ്മയെ തോളിലേറ്റി നടന്ന് മരുമകൾ, ഡിജിറ്റൽ ഇന്ത്യക്കെതിരെ വ്യാപക വിമർശനം. ക്ഷേമ പെൻഷൻ വാങ്ങാൻ 90-കാരിയായ അമ്മായിയമ്മയെ തോളിലേറ്റി മരുമകൾ നടന്നത് 9 കിലോമീറ്ററോളം. ഛത്തീസ്ഗഡിലെ സർഗുജ ജില്ലയിലാണ് സംഭവം. മെയിൻപാറ്റ് മേഖലയിലെ സുക്മാനിയ ബായ് എന്ന സ്ത്രീയാണ് 1500 രൂപ പെൻഷൻ തുക കൈപ്പറ്റാനായി കിടപ്പ് രോഗിയായ ഭർത്തൃമാതാവിനെ ചുമലിലേറ്റി പൊരിവെയിലിൽ ചൂടിനെ വകവയ്ക്കാതെ നടന്നത്. ബാങ്കിൽ നേരിട്ടെത്തി വിരലടയാളം പതിപ്പിച്ചാൽ മാത്രമേ പെൻഷൻ തുക ലഭിക്കൂ എന്ന നിബന്ധനയെ തുടർന്നാണ് ഈ തീരുമാനം എടുത്തതെന്ന് സുക്മാനിയ പറയുന്നു. പ്രദേശത്ത് ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ വയോധികയെ ചുമന്നുകൊണ്ട് നടക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പെൻഷൻ തുക കൈപ്പറ്റാനായി മാസങ്ങളായി തങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെന്നും സുക്മാനിയ പറയുന്നു. ഇതല്ലാതെ മറ്റു വഴിയില്ലെന്നും സുക്മാനിയ കൂട്ടിച്ചേർത്തു. വനമേഖലയായ ഇവിടെ ഗതാഗത സൗകര്യങ്ങളുടെ കുറവ് കാരണം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ദുർഘടമായ പാതകളുടെയും അരുവികളുടെയും കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിക്കാൻ ഗ്രാമവാസികൾ പലപ്പോഴും നിർബന്ധിതരാകുകയാണ്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങൾ തുറന്നു കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ പറയുന്നു. ഡിജിറ്റൽ ഇന്ത്യയും സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന സർക്കാർ അവകാശപ്പെടുമ്പോഴും ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കിലോമീറ്ററോളം നടക്കേണ്ടി വരുന്നത് ദയനീയ കാഴ്ചയാണെന്നും സോഷ്യൽ മീഡിയ വിമർശിക്കുന്നു. പാചകം ചെയ്യുന്നതിനിടെ വിറകടുപ്പിൽ നിന്ന് തീ പടർന്നു, പൊള്ളലേറ്റ വീട്ടമ്മ മരിച്ചു. പാചകം ചെയ്യുന്നതിനിടെ വിറകടുപ്പിൽ നിന്ന് തീപിടിച്ച് ചികിത്സയായിരുന്ന വീട്ടമ്മ മരിച്ചു. വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ വടക്കേ വെളിയിൽ ശ്രീകുട്ടി 45 മരിച്ചത്. 18 രാവിലെ 9:30 സംഭവം. പഴയ വീട്ടിലെ അടുക്കളയിലെ വിറകടുപ്പിൽ തീപിടിച്ച ശേഷം സാധനം മുകളിൽ നിന്ന് എടുക്കാൻ അടുപ്പിന്റെ വശത്ത് കയറിയപ്പോൾ ശ്രീകുട്ടിയുടെ വശത്തിലേക്ക് തീ പടരുകയായിരുന്നു. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിച്ചു. ചികിത്സയ്ക്ക് ഞായറാഴ്ച രാവിലെയാണ് ശ്രീകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. ഭർത്താവ് ചന്ദ്രശേഖരൻ നായർ, മക്കൾ അഭിജിത്ത്, TMC ചേർത്തല. രക്ഷിതാക്കൾ പ്ലാറ്റ്ഫോമിൽ പെട്ടു. ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടാനൊരുങ്ങിയ 6 വയസ്സുകാരനെ രക്ഷകനായി TT. ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടാനൊരുങ്ങിയ കുട്ടിക്ക് രക്ഷകനായി TT. കുട്ടികളുമായി യാത്ര ചെയ്യാനെത്തിയ കുടുംബത്തെയാണ് വലിയ ദുഃഖത്തിൽ നിന്നും TT കോഴിക്കോട് ഉള്ളിയേരി സ്വദേശി നിഖിൽ മിത്ര രക്ഷിച്ചത്. മംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഏറനാട് എക്സ്പ്രസ് ശനിയാഴ്ച വൈകിട്ട് 3:40 ആലുവയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. D5 കോച്ചിന്റെ ചുമതലയാണ് നിഖിൽ മിത്രയ്ക്ക് ഉണ്ടായിരുന്നത്.
കൊച്ചിയിൽ കയറാനെത്തിയ ആലപ്പുഴ സ്വദേശിയായ സുനിൽകുമാറും ഭാര്യയും ആദ്യം 2 കുട്ടികളെ ട്രെയിനിൽ കയറ്റി. 10ഉം 6ഉം വയസ്സുള്ള ആൺകുട്ടികൾ കയറിയ ഉടനെ തീവണ്ടി മുന്നോട്ടെടുത്തു. രക്ഷിതാക്കൾ പ്ലാറ്റ്ഫോമിനായി പേടിച്ചുപോയ 10 വയസ്സുള്ള കുട്ടി ഉടൻ ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു ചാടി. വേഗം കുറവായതിനാൽ കുട്ടിക്ക് പരിക്കൊന്നും പറ്റിയില്ല. 6 വയസ്സുകാരൻ പ്ലാറ്റ്ഫോമിലേക്ക് ചാടുന്നതിനായി വാതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലുള്ളവർ ഇത് കണ്ട് ഒച്ചയെടുത്തോടെ ട്രെയിനുണ്ടായിരുന്ന ടി നിഖിൽ മിത്ര ഓടിയെത്തി. ചാടുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം കുട്ടിയെ വാരിയെടുത്ത് കുട്ടിയെ മാറോട് ചേർത്ത് ഓടിയെത്തി അപായശങ്കല വലിച്ചു ട്രെയിൻ നിർത്തിച്ചു. ആലുവ RPFന് കുട്ടിയെ കൈമാറി സ്റ്റേഷൻ അധികൃതരെയും വിവരമറിയിച്ചു. കുട്ടിയെ മാതാപിതാക്കൾക്ക് ഉടനെ വിട്ടു നൽകി. ഈ സംഭവത്തിന് ശേഷമാണ് ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയായിരുന്നു അക്കൗണ്ട് മരവിച്ചതിൽ പ്രതിഷേധം. സംഘപരിവാർ അജണ്ടകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നേറുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്കും CJP ഐക്യദാർഢ്യമേറുന്നു. രാജ്യത്തെ യുവതലമുറയുടെ പ്രതിഷേധ സ്വരങ്ങളെ BJP സർക്കാർ എത്രമാത്രം ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് CJPയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. തൊഴിലില്ലായ്മ, സാമൂഹ്യ അസമത്വം, ചൂഷണം എന്നിവയ്ക്കെതിരെ യുവാക്കളുടെ ശബ്ദത്തെ സ്വേച്ഛാധിപത്യപരമായ നടപടികളിലൂടെ നിശബ്ദരാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. CJPക്ക് പിന്തുണയുമായി ആക്ടിവിസ്റ്റ് സോനം വാങ്ചുകും രംഗത്തെത്തി. അതേസമയം BJPയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് അധിക്ഷേപകരമായ ആരോപണവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തി. എന്നാൽ മന്ത്രിയുടെ ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും തെളിവുകൾ നിരത്തി CJP സ്ഥാപകൻ അഭിജിത്ത് ദീപക് തുറന്നടിച്ചു. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് നിലപാടാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുന്നതെന്ന് വിമർശനം ശക്തമാകുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കുച്ചുവിലങ്ങിടുന്ന കേന്ദ്ര നടപടിക്കെതിരെ വലിയൊരു വിഭാഗം യുവാക്കൾ ഇപ്പോൾ CJPക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു. റിപ്പോർട്ടിങ്ങിനിടെ വൈറ്റ് ഹൗസിൽ വെടിവെച്ച ഭയന്നോടി മാധ്യമ പ്രവർത്തകർ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന്റെ നോർത്ത് ലോണിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വെടിവെപ്പിന്റെയും തത്സമയ റിപ്പോർട്ടിനിടെ ഭയന്നോടുന്ന മാധ്യമ പ്രവർത്തകരുടെയും ദൃശ്യങ്ങൾ പുറത്ത്. വെടിവെച്ച ഉയർന്ന ഉടൻ തന്നെ US സീക്രട്ട് സർവീസ് ഇടപെടുകയും മാധ്യമ പ്രവർത്തകരോട് പ്രസ് ബ്രീഫിംഗ് റൂമിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ ആയുധധാരികളായ സുരക്ഷാ സേന വൈറ്റ് ഹൗസ് പരിസരം വളയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വെടിവെപ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ഓഫീസിലുണ്ടായിരുന്നു. നോർത്ത് ലോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടെയാണ് ഡസൻ കണക്കിന് വെടിയുണ്ടകൾ പായുന്ന ശബ്ദം കേട്ടത്. ഉടൻ തന്നെ റിപ്പോർട്ടിംഗ് അവസാനിപ്പിച്ച് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. സംഭവത്തെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് എക്സിൽ കുറിച്ചു. വൈറ്റ് ഹൗസിന് സമീപമുള്ള സീക്രട്ട് സർവീസ് ചെക്ക് പോയിന്റിലാണ് ആക്രമണം ഉണ്ടായത്. മേരിലാൻഡ് സ്വദേശി നാസിർ ബെസ്റ്റ് 21 വെടിയുതിർത്തത്. ബാഗിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് അയാൾ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ സേന തിരിച്ചു വെടിവെച്ചതിനെ തുടർന്ന് പരിക്കേറ്റ നാസിർ ബെസ്റ്റ് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ മരണപ്പെട്ടു. നാസിർ ബെസ്റ്റിനെ കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൗസ് പരിസരത്ത് സ്ഥിരമായി അലഞ്ഞുതിരിഞ്ഞിരുന്ന ഇയാൾക്ക് അവിടെ പ്രവേശിക്കുന്നതിന് കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം വൈറ്റ് ഹൗസിലെ നിയന്ത്രിത മേഖലയായ കൺട്രോൾ പോസ്റ്റ് മറികടന്ന് അകത്ത് കയറിയതിന് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു. അത് താൻ യേശുക്രിസ്തുവിന്റെ ആധുനിക കാലത്തെ അവതാരമാണ് എന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത്. അക്രമിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് US സുരക്ഷാ ഏജൻസികൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസ് പരിസരത്ത് നിലവിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. മന്ത്രിയുടെ മകന്റെ വിവാഹത്തിന് ഗുരുവായൂരിൽ മുഖ്യമന്ത്രിയുടെ VIP ദർശനം. പരാതിയുമായി B ഗോപാലകൃഷ്ണൻ. മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമലംഘനം നടത്തിയെന്ന പരാതിയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള VIP ദർശനത്തിനും വീഡിയോ ചിത്രീകരണത്തിനും കോടതി വിലക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയത്. ഞായറാഴ്ചകളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ VIP ദർശനത്തിന് ക്ഷേത്രത്തിൽ നിരോധനമുണ്ട്. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് രാവിലെ 7:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് നെയ്വിളക്ക് രശീത് എടുക്കാതെ മുഖ്യമന്ത്രി VD സതീശനും അനുയായികൾക്കും VIP ദർശനം അനുവദിച്ചതായി പരാതിയിൽ പറയുന്നു. ഇതിനു പുറമെ ക്ഷേത്ര പരിസരത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. ഹൈബി ഈഡൻ MP അടക്കമുള്ളവർ ഈ നിയമം ലംഘിച്ചതായും പരാതിയിലുണ്ട്. നിയമം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാകാൻ തന്നെ പരസ്യലംഘനം നടത്തുന്നത് ഗൗരവകരമാണെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും B ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമലംഘനത്തിന് തന്റെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ടെന്നും അധികൃതർ നടപടിയെടുക്കാത്ത പക്ഷം ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തിരിച്ചുവരില്ലെന്ന് കരുതിയോ 3 വർഷത്തെ രാഷ്ട്രീയ പുക പോലീസുകാരന്റെ ബുള്ളറ്റ് ചുട്ടരിച്ചു. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ സിവിൽ പോലീസ് ഓഫീസറുടെ ബൈക്ക് സാമൂഹ്യ വിരുദ്ധ തീയിട്ടു നശിപ്പിച്ചു. ആറന്മുള പോലീസ്
സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനും അഞ്ചൽ സ്വദേശിയുമായ വിവേകിന്റെ ബുള്ളറ്റാണ് കത്തിച്ചത്. വിവേകിനെതിരെ വധഭീഷണി കത്തും ലഭിച്ചു. ആക്രമണത്തിനും പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നാണ് സൂചന. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട 3 വർഷം മുമ്പത്തെ സംഭവത്തോടുള്ള വൈരാഗ്യമാണ് ഈ അക്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. സംസ്ഥാനത്ത് ഭരണം മാറിയതോടെ ഇത് അക്രമത്തിലേക്ക് നയിച്ചു. 3 വർഷം മുമ്പ് പുനലൂരിലെ കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ലാത്തിച്ചാർജിൽ നടത്തിയ പോലീസ് സംഘത്തിൽ വിവേകുമുണ്ടായിരുന്നു. വിവേകിന്റെ ലാത്തി അടിയേറ്റ് അന്ന് ചില KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഭരണം മാറിയതോടെ വീട്ടിലുണ്ടായിരുന്ന വിവേകിന്റെ ബുള്ളറ്റ് കത്തിക്കുകയും 3 പേജുള്ള ഭീഷണി കത്തയക്കുകയായിരുന്നു. ബുള്ളറ്റ് കത്തുന്നത് കണ്ടാണ് വിവേകും അച്ഛനും അമ്മയും പുറത്തെത്തിയത്. എന്നാൽ പുറത്ത് പ്രതി കരിയോയിൽ ഒടിച്ചിരുന്നാൽ ഇവർ തെന്നി വീണ് 3 പേർക്കും പരിക്കേറ്റു. പിന്നാലെ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് ഭീഷണി കത്ത് കണ്ടെത്തുകയും ചെയ്തു. 3 വർഷം കാത്തിരുന്നത് ഇതിനായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരില്ലെന്ന് കരുതിയോ നീ എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് ഭീഷണി കത്തിലുള്ളത്. സംഭവത്തിൽ പുനലൂർ DYSP ഡോക്ടർ അപർണയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഫോറൻസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ.